ഷബ്ന ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ഷബ്ന, താങ്കളുടെ സ്ഥലം എവിടെയാണ്? കോഴിക്കോടാണ് സ്വദേശം. ഇപ്പോൾ ആ അപകടം നടന്ന സ്ഥലത്താണോ ഉള്ളത്? ജസ്റ്റ് ഞാൻ CRPF ക്യാമ്പിലാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 1/4 കിലോമീറ്ററിന്റെ ഡിഫറൻസേ ഉള്ളൂ. ഇവിടെ അത് നടക്കുന്ന സമയത്ത് ഞങ്ങൾ ഔട്ട് സൈഡിലുണ്ട്. ഈ പ്രദേശത്തുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. നോർമലി എല്ലാ ഏരിയകളിലെയും പോലെ ഇവിടെ ടൂറിസ്റ്റുകൾ ധാരാളമായിട്ട് വരുന്ന സ്ഥലമാണ്. ലാൻഡ്സ്കേപ്പ് ആണ്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അമർനാഥ് യാത്രയ്ക്ക് തെരഞ്ഞെടുക്കുന്ന പോകുന്ന 2 വഴികളിലും ഒന്ന് ബാൽത്താലും ഒന്ന് ഈ പെഹൽഗാമും വഴിയാണ്. നോർമലി എല്ലാ സ്ഥലങ്ങളിലും CRPFന്റെ കീഴിലായതുകൊണ്ട് റെസ്ട്രിക്ഷൻസ് ഉള്ള സ്ഥലങ്ങളും ഉണ്ട്. കയറി നമുക്ക് പോകാൻ പറ്റുന്നതും കാണാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. പൊതുവെ ആരെയും കുറ്റപ്പെടുത്തി പറയല്ല, മനുഷ്യരുടെ ഒരു നേച്ചറാണ്. നമ്മൾ വിലക്കുന്ന സ്ഥലത്തേക്ക് പിന്നെയും ഒന്ന് കയറി പോവാന്നുള്ളത്. പ്രത്യേകിച്ച് കാണാനായിട്ട് അവിടെ ഒന്നും ഇല്ല. നോർമലി എന്താ ഗ്രാസ് ലാൻഡ് ആണ്. നമ്മൾ കുതിരപ്പുറത്തുള്ള സവാരിയാണ് അവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ഇപ്പം ഓൾമോസ്റ്റ് മഞ്ഞൊക്കെ ഉരുകിയ ഒരു സമയമാണ്. അപ്പൊ ആ റെസ്ട്രിക്ഷൻസ് വിലന്റെ ഒരു ലിമിറ്റ് കഴിഞ്ഞാണ്ട് ചിലവര് പോയിട്ടുണ്ടത്. മരണപ്പെട്ടത് മുസ്ലിം കമ്മ്യൂണിറ്റി എന്നല്ലാത്തവരാണ് മരണപ്പെട്ടിട്ടുള്ളത്. അത് CRPF എന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങളാണ്. പ്രൊഫഷണലി എന്താണ്? ഹലോ ഷംന, പ്രൊഫഷണലി എന്താണ് ചെയ്യുന്നത്? എന്റെ പ്രൊഫഷന് മെഡിക്കൽ ആണ്. ഈ പ്രദേശത്തെ കുറിച്ച്, അതായത് ഇപ്പോൾ ഈ പ്രദേശത്ത് എത്തിയത് സഞ്ചാരത്തിന്റെ ഭാഗമായാണോ? എന്റെ കസിൻ ഇവിടെ ഉണ്ട്, CRPFലാണ്, IG റാങ്കിലാണ്. താങ്കൾ ഇത്രയും ടെക്നിക്കലി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സംശയം ഉന്നയിച്ചത്. ഞാനൊരു 3 month 4 month കൂടുമ്പോ ഇവിടെ വന്ന് നിൽക്കാറുണ്ട്. അതാണ്, നല്ല പരിചയമുള്ള രീതിയിലാണ് താങ്കൾ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കാരണം നമ്മൾ ഇവിടെ സ്ഥിരം ഇവിടെ അങ്ങനെ ഒരു എന്താ പറയാ വളരെ സമാധാനത്തില് പോകുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ വർഷങ്ങളായിട്ട് യാതൊരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഏത് ടൂറിസ്റ്റുകൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും CRPF ആണ് കൂടുതലായിട്ട് ഇവിടെ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്തൊരാവശ്യം വന്നു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഈവൻ ഫുഡ് ആണെങ്കിലും ഇനി വേറെ വല്ല ഹോസ്പിറ്റൽ ഫെസിലിറ്റി ആണെങ്കിലും ഒക്കെ എപ്പോഴും നമ്മളെ സപ്പോർട്ടീവായിട്ട് ഇവിടെ വരുന്ന, അത് ജാതിയോ മതമോ ഭേദമോ ഇല്ലാതെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ മനുഷ്യരുടെ ഒരു നേച്ചർ എന്ന് പറയുന്നത് നമുക്ക് വച്ചിരിക്കുന്ന ഒരു ലിമിറ്റ് വിട്ട് പോകുമ്പോഴാണല്ലോ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും വരിക. കാര്യപ്പെട്ട് ഇത്രയ്ക്ക് കാണാനൊന്നുമില്ല, ഗ്രാസ് ലാൻഡാണ്. നമ്മൾ ഊട്ടിയിലൊക്കെ പോയി കുതിര സവാരി ചെയ്യുന്ന പോലത്തെ ഒരു ഏരിയ ആണ്. പക്ഷേ അതൊരു ടൂറിസം സ്പോട്ട് തന്നെയല്ലേ? ടൂറിസം സ്പോട്ടിന് സാർ, ടൂറിസം സ്പോട്ടാണ്. നല്ല കാണാൻ ലാൻഡ്സ്കേപ്പ് മാത്രമേ ഉള്ളൂ ഇവിടെ, കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. പ്രത്യേകിച്ച് അമർനാഥ് ദർശന്റെ ടൈം ആവുമ്പോൾ ഇതുവഴിയാണ് അമർനാഥിലേക്ക് പോകുന്ന ഒരു വഴി ഇതും, ഒരു വഴി ബാൽത്താലുമാണ്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇത് മൊത്തം ഹില്ലി ഏരിയ ആണ്. കുറച്ചൊരു ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹില്ലി ഏരിയ ആണ്. അത്ര വലിയ ടൂറിസ്റ്റുകളാണ് ഇവിടെ മെയിനായിട്ട് വരുന്നത്. നമുക്ക് പോകുന്നതിന്റെ ഒരു ലിമിറ്റ് വിട്ടിട്ട് ഇവരുടെ വരുമാന മാർഗം എന്ന് പറയുന്നത് ടൂറിസമാണ്. അപ്പൊ ഇവർ ഈ കുതിര സവാരിയും മറ്റും പറഞ്ഞ് നമ്മൾ അവിടെ കൊണ്ടുപോകാം ഇവിടെ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് ഇവര് പറയും. കാരണം അവരുടെ വരുമാന മാർഗം അതാണ്. പക്ഷെ വരുന്ന നമ്മളത് ചിന്തിക്കണ്ടേ, ഒരു പരിധി വിട്ട് കണ്ട് പോകുന്ന സമയത്ത്. എപ്പോഴും നമ്മളൊക്കെ ഞാനൊന്നും പോകാത്ത റെസ്ട്രിക്റ്റഡ് ഏരിയകളിലേക്ക് പോലും ഈ സഞ്ചാരികൾ പോവാറുണ്ട് എന്നാണല്ലേ പറയുന്നത്? തീർച്ചയായിട്ടും അത് തന്നെയാണ് ഒരു മെയിൻ ആയിട്ടുള്ള കാരണം. ഇപ്പൊ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഇവിടെ ലാൻഡ്സ്ലൈഡ് ആണ്. ലാൻഡ്സ്ലൈഡ് ആയിട്ട് ജമ്മുന്ന് ശ്രീനഗറിലേക്കുള്ള വഴി മൊത്തം ബ്ലോക്കാണ്. ഇവൻ ഇന്ന് CMന്റെ വിസിറ്റ് പോലും അവിടെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ചോപ്പർ പോലും ലാൻഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതുപോലെ തന്നെയാണ് ശ്രീനഗറിൽ നിന്ന് ലേ ലഡാക്കിലേക്കുള്ള വഴിയും ഈ ലാൻഡ്സ്ലൈഡ് കാരണം ബ്ലോക്ക്ഡ് ആണ്. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് മഴയുണ്ടായിരുന്നു. ഈ ഷബ്ന CRPF സഹോദരനാണോ? CRPFൽ അങ്കിളാണ്. അപ്പോൾ ഈ പ്രദേശമൊക്കെ ഈ കനത്ത സുരക്ഷാ വലയത്തിൽ വരേണ്ട ഒരു മേഖലയല്ലേ താങ്കൾ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ? ഡെഫിനറ്റ് ആയിട്ടും ഇവിടെ ഡിപ്ലോയ് ചെയ്തിരിക്കുന്ന CRPFനെ കണ്ടു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ജില്ലയില്, കേരളത്തിലെ ഒരു ജില്ലയിൽ ഡിപ്ലോയ് ചെയ്തിരിക്കുന്ന മൊത്തത്തിലുള്ള പോലീസുകാരെക്കാളും സ്ട്രെങ്ത്തിൽ ഇവിടെ CRPFനുണ്ട് ഈ ഒരു ഏരിയയിൽ മാത്രം. ഇവിടെ കണ്ടുവെട്ടിച്ച് നമുക്ക് അങ്ങനെ എത്ര പെട്ടെന്നൊന്നും ഇവിടെ ഇടിച്ചു കയറാൻ പറ്റിയ മാത്രമുള്ള സുരക്ഷാ വീഴ്ചകളോ കാര്യങ്ങളോ ഒന്നുമില്ല. വീഴ്ചയായി നമ്മൾ കണക്കാക്കുകയല്ല, സ്വാഭാവികമാണ്. എന്തായാലും നമ്മൾ ഒരുമിച്ച് പൊരുത്തേണ്ട ഒരു സമയമാണ്. താങ്കൾ പറഞ്ഞത് അനുസരിച്ച് ഒരു പക്ഷേ, അതായത് ഈ എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇങ്ങനെ ഒരു പക്ഷേ ഈ നിയന്ത്രണങ്ങൾ കൂടിയുള്ള പ്രദേശത്ത് ആണ് ഈ ആളുകൾ തമ്പടിച്ചപ്പോഴാണ് ആക്രമണം നടന്നത് എന്നാണോ?
തീർച്ചയായിട്ടും സാർ തുറന്നു പറയാം. ഇത് നമ്മൾ ശ്രീനഗറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പെഹൽഗാമിലേക്ക് വരുന്ന വഴി എന്ന് പറയുന്നത് നിറയെ ആപ്പിൾ തോട്ടങ്ങളുള്ള ഒരു പക്ക ഗ്രാമപ്രദേശമാണ്. നമ്മൾ ഈ കമ്പന്തേനി റൂട്ടിലൊക്കെ പോകുന്ന പോലത്തെ ഒരു ഏരിയയാണ്. പക്ഷെ ആപ്പിൾ ആണ് ഇവിടുത്തെ കൂടുതലായിട്ടുള്ളത്. ഇപ്പൊ അതിന്റെ സീസൺ അല്ല. പിന്നെ ഗതാഗതം എന്ന് പറയുന്ന അധികം ഈ ടൂറിസ്റ്റുകൾ വരുന്നതാണ്, അല്ലാതെ പബ്ലിക് ട്രാൻസ്പോർട്ട് വളരെ കുറവാണ്. അപ്പൊ നമ്മളിപ്പോ ഞാൻ തനിയെ ഡ്രൈവ് ചെയ്തിട്ടാണ് നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ചില സ്ഥലത്ത് ഞാൻ തന്നെ നിർത്തിയിട്ട് ഇനിയിപ്പം എന്തെങ്കിലും കഴിക്കാനോ അല്ലെങ്കിൽ ചുമ്മാ നിർത്തിയാൽ പോലും അപ്പോ ഒരു 5-10 മിനിറ്റിന്റെ ഉള്ളിൽ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് പെട്രോളിങ് CRPFന്റെ ഉള്ളതാ. അവര് വന്നിട്ട് നമ്മുടെ അടുത്ത് പറയും, മേഡം ഇവിടെ നിൽക്കരുത്, ഇവിടുന്ന് കുറച്ചപ്പുറം പോയി നിന്നോളൂ. കാരണം അവർക്കറിയാം നമുക്ക് കാണുമ്പോൾ പ്രത്യേകിച്ച് ഇഷ്യൂസ് ഉള്ള ഏരിയ ആയിട്ട് തോന്നത്തില്ല നമുക്ക് കാണുമ്പോൾ. കാരണം സാധാരണ ഒരു ഏരിയ, ഒരു വീട് തൊട്ടടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു കൃഷിസ്ഥലം തൊട്ടടുത്ത് നിൽക്കുന്ന, ഇവിടെ എന്താ പ്രത്യേകിച്ച് അസ്വാഭാവികത ഒന്നുമില്ല എന്നാണ് നമ്മൾ നോർമലി വരുന്നവർ ധരിക്കുക. പക്ഷെ ഇവർ ഇങ്ങനെ ഒരു ഡയറക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറത്ത് വ്യക്തമായിട്ട് ഒരു കാരണം ഉണ്ടാവും. അതാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. കാരണം അവിടെ അങ്ങനെ വെട്ടിച്ചിട്ട് കയറാൻ പറ്റിയ ഒരു ഏരിയ ഒന്നുമല്ല, ഏറ്റവും സുരക്ഷയില്ല. കാരണം അമർനാഥ് പോലെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇനിയിപ്പം ജൂൺ ലാസ്റ്റ് തൊട്ടിട്ട് അമർനാഥ് തീർത്ഥാടനം സ്റ്റാർട്ട് ചെയ്യും. അമർനാഥിലേക്ക് എൻ്റർ ചെയ്യാൻ ശ്രീനഗറിൽ നിന്ന് 2 വഴികളാണ്. ഒന്ന് പഹൽഗാം വഴിയും ഒന്ന് ബാൽത്താൽ വഴിയാണുള്ളത്, സോനാമാർഗ്. ഈ 2 വഴികളാണുള്ളത്. ഇതിലൂടെയാണ് കുതിരപ്പുറത്തും പിന്നെ നടന്നിട്ടും പിന്നെ ചോപ്പറും, ഈ 3 വഴിയിലൂടെ ഇവിടെ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കനത്ത സുരക്ഷയില്ല. ഹയർ ഓഫീഷ്യൽസ് വന്നാൽ താമസിക്കുന്ന ഓഫീസേഴ്സിന്റെ ഗസ്റ്റ് ഹൗസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് ഈ ഏരിയയിൽ അങ്ങനെ ഒരിക്കലും ഇടിച്ചു കയറിയാണ്ട് വന്നുകാണ്ട് ആക്രമിക്കാനൊന്നും പറ്റത്തില്ല. കാരണം എവിടെ നോക്കിയാലും ഇവരുടെ കണ്ണുണ്ട്. ശരി, ഈ മലയാളികളടക്കം ഇപ്പോൾ അധികം എത്തുന്ന ഒരു സമയമാണോ? അവിടെ മലയാളികൾക്ക് ഒരുപാടുണ്ടായിരുന്നു എന്നതിൽ വ്യക്തതയുണ്ടോ മേഡത്തിന്? സാറ് ആക്ച്വലി കഴിഞ്ഞ വർഷത്തെ സീസണിനെ അപേക്ഷിച്ചിട്ട് ഈ വർഷത്തെ സീസൺ ബിഫോർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അത്യാവശ്യം ഒരു നോർമൽ ചൂടായിരുന്നു. കഴിഞ്ഞ 2 ദിവസമായിട്ടാണ് മഴയെ തുടർന്നാണ് ലാൻഡ് സ്ലൈഡ് വന്നുകൊണ്ട് ഇത്തവണ സീസൺ ബിഫോർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈവൻ ഈ പല ടൂറിസ്റ്റ് പ്ലേസിലേക്കുള്ള ടിക്കറ്റ്, ഗണ്ടോള എന്ന് പറയും, ഇതുപോലെയുള്ളൊരു സ്ഥലമാണ് കേബിൾ കാറുള്ള, അതൊക്കെ അടുത്ത 1.5 മാസത്തിന് നമുക്ക് ടിക്കറ്റ് പോലും കിട്ടാത്ത വിധം ഫുള്ളായിട്ടിരിക്കുകയാണ്. ഇപ്പൊ നന്നായിട്ട് എവിടെയും താമസിക്കാനുള്ള ഒരു സ്ഥലം ഒന്നും വന്നു കഴിഞ്ഞാൽ കിട്ടാൻ, അതുമല്ല റേറ്റ് ഒക്കെ വളരെ ഹൈ ആണ്. ഇവൻ ഡാലിലൊന്നും നമുക്ക് ശരിക്കും കാല് കുത്താനുള്ള ഒരു സ്പേസ് ഇല്ലാത്ത വിധം ടൂറിസ്റ്റുകളുണ്ട്. കഴിഞ്ഞ വർഷത്തിന് അപേക്ഷിച്ച് ഈ വർഷം കൂടുതലാണ്. ഈ ആക്രമണത്തിന് ഇരയാക്കപ്പെട്ടവരോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലുമായി പിന്നീട് ആശയവിനിമയം നടത്താനോ എന്തെങ്കിലും സാധിച്ചോ? ഹോസ്പിറ്റലിൽ നിന്ന് കണ്ടിരുന്നു. ഇവിടുന്ന് CRPF എല്ലാ കാര്യത്തിനും വളരെ സപ്പോർട്ടീവ് ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയൊരു അവസ്ഥയല്ല ഇത്. കാരണം നമ്മളിത് തുറന്നു മലയാളികളോ പരിചയത്തിലുള്ളവരോ അങ്ങനെ ആരെങ്കിലും, അതാണ് ചോദിച്ചത്. അല്ല, അവരുടെ റിലേറ്റീവ്സിനെ മറ്റൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഈ കാഷ്വാലിറ്റി ഉണ്ടായ ഇത് കണ്ടിട്ടുണ്ട്, ഇഞ്ചേർഡ് ആയിട്ടുള്ള ആൾക്കാരും കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് എന്നോട് തിരിച്ചു മടങ്ങാൻ പറഞ്ഞ് എന്നെ ഡ്രോപ്പ് ചെയ്ത്. കാരണം ഇദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു. തിരിച്ച് എന്നെ ക്യാമ്പിൽ ഡ്രോപ്പ് ചെയ്ത്. പിന്നെ പുറത്തിറങ്ങാനുള്ള ഒരു പെർമിഷൻ കിട്ടിയിട്ടില്ല. അതായത് ഈ ഉദ്യോഗസ്ഥനോടൊപ്പം അല്ലേ? അതെ. കാരണം സെർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഏതാണ്ട് ഈ ആക്രമണം നടന്ന ആ സമയത്താണോ, അതേ സമയത്തായിരുന്നോ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നത്? അതെ, ഇതിന്റെ തൊട്ടടുത്താ താമസിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് അലർട്ട് കിട്ടി അങ്ങനെയാണോ അവിടേക്ക് പോയത്? അല്ല, നമ്മൾ നോർമലി ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഏരിയ ഒന്നും അല്ല ഇത്. ഒരു എന്താ പറയാ, ഒരു ചെറിയൊരു ലാൻഡ്സ്കേപ്പോ ഒരു താഴ്വാരമോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് പറയാം. മലകളുടെ ചുറ്റും മലകളായിട്ടുള്ള ഇതിന്റെ നടുക്ക് നിൽക്കുന്ന ഒരു ചെറിയ ഏരിയ. അത്ര വലിയൊരു ഒരു ടൗൺഷിപ്പ് ആയിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കുഞ്ഞു കുഞ്ഞു കടകൾ, കുറച്ച് കടകൾ മാത്രമുള്ള ഒരു ഏരിയയാണ്. പക്ഷെ കാണാൻ വളരെ മനോഹരമാണ്. വേറെ അട്രാക്ഷൻ ഒന്നുമില്ല ഇവിടെ. ആകെയുള്ള അമർനാഥിലേക്കുള്ള എൻട്രി ചെയ്യുന്ന ഒരു ഏരിയയാണ്. അതായത് കറക്റ്റ് ഈ ആക്രമണം നടന്ന സമയത്ത് താങ്കൾ ആ ക്യാമ്പിൽ ആയിരുന്നോ? അതെ, നമ്മൾ പുറത്തിറങ്ങാറുണ്ട് ഈവനിങ്ങില്. കാരണം ഇവിടെ അങ്ങനെ വർഷങ്ങളായിട്ട് ഇവിടെ അങ്ങനെ ഒരു ഇഷ്യൂസ് വരുന്ന ഒരു ഏരിയ അല്ല. പിന്നെ ഹിന്ദുസിനെ സംബന്ധിച്ചിട്ട് അനന്തനാഗ്, അതായത് ശിവൻ കൈലാസത്തിൽ വിലയം പ്രാപിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ ആഭരണമായിട്ട് കരുതുന്ന നാഗത്തിനെ ഉപേക്ഷിച്ചെന്ന് പറയുന്ന തടാകം അനന്തനാഗ് ഇവിടെയാണുള്ളത്. അതിലെ ഈ ഗംഗയിലെ പോലെ തന്നെ സ്നാനം ചെയ്യുന്നത് വളരെ പുണ്യമായിട്ട് കരുതുന്നതുകൊണ്ട് മലയാളികൾ അങ്ങനെ അങ്ങോട്ടേക്ക് കണ്ടിട്ടില്ല. പക്ഷെ നോർത്ത് ഇന്ത്യൻസ് വന്നുകൊണ്ട് അവിടെ ഇത് ചെയ്തു പോവാറുണ്ട്. അപ്പോഴൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഫോഴ്സിൽ നിന്നുള്ളവർ വിലക്കാറുണ്ട്, അങ്ങോട്ടേക്ക് പോകാൻ പാടില്ല എന്ന് പറയാറുണ്ട്. കാരണം ഒരു ചെറിയൊരു ഏരിയ, അത്ര വൈഡായിട്ട് ഏരിയ ഒന്നുമല്ല, വന്നാൽ കാണാൻ ഒരു കുഞ്ഞു ഏരിയ ആണ്. മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ തടാകമാണ്. രണ്ടാമത്തെന്ന് പറയുന്നത് കുതിരപ്പുറത്തുള്ള സവാരിയാണ്. ഈ കുതിരപ്പുറത്തുള്ള സവാരി
നമുക്കൊരു റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട് ഫോഴ്സ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇവരെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഈ കൃഷിയും ഈ ടൂറിസമാണ്. ഈ ഒരു സമയത്ത് കുറച്ച് മാസം കിട്ടുന്ന വരുമാനമേ ഉള്ളൂ. മേ ബി ആ ഒരു ലിമിറ്റ് കഴിഞ്ഞ് ഇവരങ്ങ് പോയിട്ടുണ്ടാവും. എന്തായാലും അവിടെ ഇപ്പോൾ ടൈറ്റ് സെക്യൂരിറ്റി ആണല്ലോ, ആ പ്രദേശമൊക്കെ സൈന്യം വളഞ്ഞിരിക്കുകയാണല്ലോ. ആരെയും കടത്തിവിടുന്നില്ല. ഇവിടെ നിന്നുള്ളവരെയൊക്കെ ഇവിടുന്ന് ഒഴിവാക്കി. ഭീകരരെ ഉടൻ പിടികൂടാൻ സാധിക്കുമെന്ന് വേണമല്ലേ പ്രതീക്ഷിക്കാൻ? തീർച്ചയായിട്ടും. കാരണം ഫസ്റ്റ് ടൈമാണ് ഇത്രയും ഫോഴ്സ് അതും വിത്തിൻ സെക്കൻഡ് കൊണ്ട് ഇവിടെ എവിടുന്ന് ഇത്ര എത്തിയെന്നുള്ള അത്രയും നമ്മൾ ശരിക്കും അഭിമാനിക്കുക വേണ്ടേ. വളരെ വിഷമകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. പക്ഷെ എന്നാലും ഇത്രയും നമുക്ക് പുരോഗമിച്ച് ഇത്രയും വിത്തിൻ സെക്കൻഡ് കൊണ്ട് ഇത്രയും ഫോഴ്സ് ഇവിടെ എത്തി എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ആ ഡിപ്പാർട്ട്മെന്റിനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ശരി, വളരെ നന്ദി ഷബ്ന ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഷബ്ന